ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നതാണ് പനീർ ഹെൽത്തി ബോൾസ്. അപ്പോൾ നമ്മൾ ആക്കുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം. പനീറിന് അളവ് എന്താണെന്ന് വെച്ചാൽ 1/2 കപ്പാണ് കേട്ടോ നമുക്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽമ പാലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയോ? എന്നാൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുതേ. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ കൈയോ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു മാവ് പോലെ ആക്കണം. എന്നാലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാവ് പോലെ ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നമ്മൾ ആ പനീർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കളയുമ്പോൾ പൊടി പോലെ ആക്കിയില്ല. എന്നാൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും അത് നല്ല പൊടി പോലെ ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുന്നുള്ളൂ. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കുറേ എരിവൊക്കെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ഇതിടണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വീണ്ടും കുഴച്ച് എടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മാവ് പോലെ അല്ലെങ്കിൽ പൊടി പോലെ ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടിയാൽ അത് നല്ല ഒരു നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ് പോലെയൊക്കെ ആവും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഈ നാരങ്ങ ഷേപ്പിൽ, ഈ ഒരു ഷേപ്പിൽ ഇത്രയും ഒരു സൈസിൽ നമ്മൾ ഇങ്ങനെ കുറേ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കണം. ഇപ്പം ഞാൻ മുഴുവനും ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. എനിക്കിവിടെ 7 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ അത് നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള ഒരു നമുക്കൊരു മസാല ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വറ്റൽമുളക് വെച്ച് അമ്മിക്കല്ലിൽ വെച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ കയ്യിലെല്ലാം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിക്കണേ, നമ്മുടെ കൈ നല്ലപോലെ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. നമുക്ക് മസാല അതെന്തോരം വേണോ നമുക്ക് അതാക്കുന്ന ആ രീതിയുടെ അതെത്ര വേണോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ ഒരു കാന്താരി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ളത് മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ കവറിലുള്ള ആ സാധനം ഇടണ്ട, അകത്തുള്ളത് മാത്രം ഇട്ടിട്ട് പിന്നെ നമുക്ക് ഒരു പകുതി നാരങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം. എന്നിട്ട് അതിനകത്ത് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ റെഡ് കളറിലെ അതിൻ്റെ കവർ ഉണ്ടാവില്ലേ, അത് നമുക്ക് മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി സവാള കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല റെഡിയാവും. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ബോൾസ് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് അതിനകത്തുനിന്ന് മുക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ ആ മസാല എല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബൗളിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ ബോൾസിനകത്തെല്ലാം ഞാനിപ്പം നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന കുറച്ചുണ്ടായിരുന്നു, അതും കൂടി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ എടുക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊരു എയർ ടൈറ്റിലാക്കി വെച്ചാൽ മതി. ഇത് എയർ ടൈറ്റ് അല്ല ഈ കണ്ടെയ്നർ, അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ ഇത് തിന്നാൻ വേണ്ടി. നല്ല ഫ്രീസ് ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് തിന്നാനായിട്ട്.
അതിൻ്റെ ആ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും പിന്നെ അതിൻ്റെ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനുള്ള നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ബൈ.